എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് അതിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ട് സ്വന്തമായിട്ടൊരു ലക്ഷ്യം കണ്ടെത്തിയ ഒരാളുടെ കഥയാണ്. കാഴ്ചവട്ടം എന്ന ചാനലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തിയുടെ ശരിക്കും പ്രചോദനം നൽകുന്ന ഒരു ജീവിതയാത്രയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോ ഒരു പഴയ കളിപ്പാട്ടം, അതിന് ഒരാളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുമോ? കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തിയാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നടന്ന വളരെ സാധാരണ എന്ന് തോന്നാവുന്നൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ അസാധാരണമായ ഒരു ഭാവിയുടെ തുടക്കമായിരുന്നു. അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ദീർഘവീക്ഷണമുള്ളൊരു മനസ്സ് എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അതായത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ കയ്യിലൊരു പഴയ ഫോൺ കിട്ടി. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ നമ്പർ ഇങ്ങനെ കറക്കി വിളിക്കുന്ന ടൈപ്പ്, ആ റോട്ടറി ഫോൺ. അത് വെറുമൊരു കളിപ്പാട്ടമായിരുന്നില്ല അദ്ദേഹത്തിന്. ലോകത്ത് എവിടെ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാന്ത്രിക ഉപകരണം പോലെയായിരുന്നു അത്. പക്ഷേ രസമെന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് വരാനിരിക്കുന്ന ഒരു ഇന്റർനെറ്റ് യുഗത്തിന്റെ, ഒരു ഗ്ലോബൽ കണക്ഷന്റെ, എന്തിന് തന്റെ ഇന്നത്തെ ഈ ദൗത്യത്തിന്റെയൊക്കെ ഒരു സൂചനയായിരുന്നു എന്നാണ്. പക്ഷേ ഈ തുടക്കത്തിലെ കാഴ്ചപ്പാടുകളൊക്കെ പിന്നീട് വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത്. ജീവിതം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത് കടുത്ത വെല്ലുവിളികളായിരുന്നു. ആ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് അദ്ദേഹം കൂടുതൽ കരുത്തനായി പുറത്തുവന്നത്. അതിലൊന്നാണ് ഖത്തറിലെ പ്രവാസ ജീവിതം. അത് വെറുതെ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കാലഘട്ടമായിരുന്നില്ല. അവിടെ വെച്ചാണ് അദ്ദേഹം അറബിയും ഇംഗ്ലീഷുമൊക്കെ നന്നായി സംസാരിക്കാൻ പഠിക്കുന്നത്. അതിലുപരി എന്തും നേരിടാനുള്ള, ഒന്നിനു മുന്നിൽ തളരാത്തൊരാത്മവിശ്വാസം കെട്ടിപ്പടുത്തതും ആ കാലത്താണ്. വിസ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള കഴിവുകളും അദ്ദേഹം അവിടെ നിന്ന് നേടി. ഇനി അദ്ദേഹം നേരിട്ടൊരു വെല്ലുവിളിയുടെ ആഴം എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 9 മാസം സ്വന്തം നാട്ടിൽ ഒരു വക്കീലിന്റെ പോലും സഹായമില്ലാതെ ഒറ്റയ്ക്കൊരു നിയമപോരാട്ടം നടത്തുക, അത് ചിന്തിക്കാൻ പോലും പ്രയാസമാണല്ലേ? അദ്ദേഹത്തിന്റെ ആ ഇച്ഛാശക്തിയുടെ, ആ പോരാട്ടവീര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണിത്. അപ്പോ എന്തായിരിക്കും ആ ഒറ്റയാൾ പോരാട്ടത്തിന് അദ്ദേഹത്തിന് ഇന്ധനമായത്? അത് ഈ ഒരൊറ്റ വിശ്വാസമായിരുന്നു, ആഴത്തിൽ വേരൂന്നിയ ഒരു വിശ്വാസം. ഒരു പൗരൻ എന്ന് പറയുന്നത് അപേക്ഷകനല്ല, മറിച്ച് യജമാനനാണ്. വെറുതെ പറയുക മാത്രമല്ല, ആ ആശയം സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിക്കുകയായിരുന്നു. അപ്പോ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം വരും. ഇത്രയും വലിയ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയധികം ശക്തി കിട്ടിയത്? എന്തായിരുന്നു ആ തളരാത്ത മനസ്സിന്റെ രഹസ്യം? ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ ആന്തരിക ലോകത്തേക്കൊന്ന് എത്തിനോക്കാം. അദ്ദേഹത്തിന്റെ ഈ ആന്തരിക ശക്തിക്ക് പ്രധാനമായും 2 തൂണുകളുണ്ടായിരുന്നു എന്ന് പറയാം. ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്. ഇസ്ലാമിക മതരംഗത്ത് ഒരു പരിഷ്കർത്താവായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. രണ്ടാമത്തേത് അദ്ദേഹം സ്വയം ആർജിച്ചെടുത്ത ഒന്നാണ്. അതായത് ഒരുപാട് വായനയിലൂടെ വളർത്തിയെടുത്ത, യുക്തിക്ക് നിരക്കുന്ന ആഴത്തിലുള്ള ഒരു ദൈവവിശ്വാസം. ഈ പറഞ്ഞ ആഴത്തിലുള്ള വിശ്വാസമുണ്ടല്ലോ, അത് ശരിക്കും ഒരു നങ്കൂരം പോലെയാണ് പ്രവർത്തിച്ചത്. പുറത്തൊരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും കടങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഉള്ളിലെ മനസ്സ് പതറിപ്പോകാതെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് ഈ ഒരു ശക്തിയായിരുന്നു. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം വെറുതെയായില്ല. ഓരോ അനുഭവത്തിൽ നിന്നും അദ്ദേഹം പാഠങ്ങൾ ഉൾക്കൊണ്ടു. ഇനി ഈ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പുതിയൊരു ദൗത്യമായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദീകരിക്കാൻ അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു രൂപകമുണ്ട്. അതായത് പഴയ പാത്രങ്ങളെടുക്കുന്ന ആക്രിക്കാരനെ പോലെ അയാൾ ആ പഴയ സ്റ്റീൽ പാത്രങ്ങൾ വെറുതെ കളയുകയല്ല, അതിന് പുതിയ രൂപം നൽകി വേറൊരാവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പഴയ അനുഭവങ്ങൾക്കൊന്നും ഒരവസാനമില്ല. അവ പുതിയ അറിവുകളായി, പുതിയ പാഠങ്ങളായി മാറുന്നു. ഇതിനെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് കാണാം. ഒന്നാമത്തേത് പഴയ അനുഭവങ്ങൾ. അത് അദ്ദേഹത്തിന്റെ അസംസ്കൃത വസ്തുക്കളാണ്, അതായത് പോരാട്ടങ്ങളും പഠിച്ച പാഠങ്ങളുമൊക്കെ. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ അനുഭവങ്ങളെ ഇന്നത്തെ കാലത്തിനാവശ്യമായ പുതിയ പാഠങ്ങളാക്കി മാറ്റുന്നു. അവസാനം 3ാമത്തെ ഘട്ടത്തിൽ ഈ അറിവുകളെല്ലാം കാഴ്ചവട്ടം എന്ന ദൗത്യത്തിലൂടെ സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. കണ്ടില്ലേ, ഓരോ അനുഭവവും ഒരു പാഠമാകുന്നു, ഓരോ പാഠവും ഒരു ദൗത്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറുന്നു. അപ്പോ എന്താണ് കാഴ്ചവട്ടം എന്ന ഈ ദൗത്യം? വളരെ ലളിതമാണ്. സമൂഹത്തിന് ഭരണഘടനാപരമായ അറിവുകൾ പകർന്നുകൊടുക്കുക, നന്മ പ്രോത്സാഹിപ്പിക്കുക. അതായത് താൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നിയമത്തിന്റെ നൂലാമാലകളും സർക്കാർ ഓഫീസുകളിലെ ബുദ്ധിമുട്ടുകളും, അതൊന്നും മറ്റുള്ളവർക്കുണ്ടാവരുത്. സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുക, അവരെ ശാക്തീകരിക്കുക. ശരിക്കും പറഞ്ഞാൽ തന്റെ സ്വന്തം പോരാട്ടങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ അദ്ദേഹം ഒരു പൊതുസേവനമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോ ഈ ജീവിതകഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: പ്രതിസന്ധികളെന്ന് പറയുന്നത് വെറും പരീക്ഷണങ്ങൾ മാത്രമാണ്.
അതിനെ ആര് ധൈര്യത്തോടെ മറികടക്കുന്നോ അവർക്കു വേണ്ടി അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ ഒരുപക്ഷെ പുതിയ അവസരങ്ങളാക്കി മാറ്റാൻ ഈ വാക്കുകൾ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.